എത്രയും പ്രിയപ്പെട്ടവരെ, ഇറ്റാലിയൻ മിസ്റ്റിക്ക് പുണ്യചരിതയായ മരിയ വാൾത്തോത്ത രചിച്ച ദൈവമനുഷ്യന്റെ സ്നേഹഗീത എന്ന ബൃഹത്തായ രചന നമുക്കേറെ പ്രിയപ്പെട്ട ജോസഫ് മണലിലച്ചൻ നമുക്ക് പരിചയപ്പെടുത്തുന്നു എന്നറിയുന്നതിൽ ഒത്തിരി സന്തോഷവും അഭിമാനവും തോന്നുന്നു. 1797 ജനിച്ച് 1961 സ്വർഗത്തിലേക്ക് പറിച്ചു നടക്കപ്പെട്ട പുണ്യസൂനമാണല്ലോ ഇറ്റാലിയൻ മിസ്റ്റിക്കായ മരിയ വാൾത്തോത്ത. പരിശുദ്ധ അമ്മയുടെയും ദിവ്യ പൈതലായ ഉണ്ണിമിശിഹായുടെയും ജീവിത അനുഭവങ്ങൾ സ്വന്തം ഹൃദയത്തിൽ ഏറ്റുവാങ്ങി പരിശുദ്ധ അമ്മയുടെ മാതാപിതാക്കൾ ജോവാക്കിം അന്നയുടെ ജീവിതത്തിൽ ആരംഭിച്ച് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോഹണത്തിൽ എത്തിനിൽക്കുന്ന ജീവിത ദർശനങ്ങൾ വളരെ സൂക്ഷ്മമായി ധ്യാനിച്ച് പ്രാർത്ഥിച്ച് കൂടെ അവർക്ക് ലഭിച്ച ദർശനങ്ങളിൽ നിന്ന് സ്വീകരിച്ച ദൈവാനുഭവമാണ് ഇറ്റാലിയൻ മിസ്റ്റിക്ക് മരിയ വാൾത്തോത്ത നമുക്കായി പറഞ്ഞു തരിക. ഇറ്റാലിയൻ ഭാഷയിൽ അത് രചിക്കപ്പെട്ടു. പിന്നീട് അത് ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും വിവർത്തനം ചെയ്യപ്പെട്ടപ്പോൾ 16 വാല്യങ്ങളാണ് അതിനുള്ളത്. നമ്മുടെ പ്രിയപ്പെട്ട ജോസഫ് മണലിലച്ചൻ ഈ പുസ്തകങ്ങളെല്ലാം മനസ്സിരുത്തി വായിച്ച് ധ്യാനിച്ചു. 1951 ജനിച്ച് 2000 ആണ്ടിൽ, അതായത് തന്റെ 50ാമത്തെ വയസ്സിൽ ഈശോയുടെ ആഹ്വാനം, ദൈവവിളി, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്ത് വന്ന നീ എന്നെ അനുഗമിക്കുക എന്ന് യുവാവിനോട് പറഞ്ഞ ഈശോയുടെ ആ തിരുവചനം ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് തന്റെ ബൃഹത്തായ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുവന്ന് 2000 ആണ്ടിൽ ജഗദൽപൂരിലെ മൈനർ സെമിനാരിയിലേക്ക് കടന്നുവന്ന ജോസഫ് അച്ഛൻ 2008 കർത്താവിന്റെ ശുശ്രൂഷ പൗരോഹിത്യത്തിലേക്ക് അനയിക്കപ്പെടുക. അന്നു മുതൽ തന്റെ ശുശ്രൂഷയിലൂടെ അനേകർക്ക് ആധ്യാത്മികമായ അനുഭവങ്ങൾ പകർന്നുകൊണ്ട് ജോസഫ് അച്ഛൻ തന്റെ ശുശ്രൂഷ തുടരുകയാണ്. വിശുദ്ധ ജോൺ മരിയ വിയാനി പുണ്യവാന്റെ ഹൃദയവികാരങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ശുശ്രൂഷ അദ്ദേഹം വളരെ സ്തുത്യർഹമായ വിധത്തിൽ നിർവഹിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക. ഒത്തിരി സന്തോഷവും അഭിമാനവുമുണ്ട് അദ്ദേഹത്തിന്റെ ഈ ശുശ്രൂഷയെക്കുറിച്ച് ഞങ്ങൾക്കെല്ലാവർക്കും. ജഗദൽപൂരിന്റെ ഈ സ്വന്തം മിഷണറി മരിയ വാൾത്തോത്തയുടെ ഇറ്റാലിയൻ ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷിലേക്കും, ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്കും, മലയാളത്തിൽ നിന്ന് ആ പുസ്തകം തന്റെ ഹൃദയത്തിലേക്കും പകർത്തി എഴുതി ജോസഫ് അച്ഛൻ അത് തന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നമുക്ക് പറഞ്ഞു തരുമ്പോൾ അതേറെ അനുഭവങ്ങളും ഏറെ ദിവ്യ അനുഭൂതികളും നമുക്ക് പകർന്നു തരും എന്നതിന് സംശയം വേണ്ട. ഈ സംരംഭത്തെ അങ്ങേയറ്റം ഞാൻ അഭിനന്ദിക്കുകയും അതിനു വേണ്ടുന്ന എല്ലാ ആശംസകളും പ്രാർത്ഥനാപൂർവ്വം നേരുകയും ചെയ്യുന്നു. ഈശോമിശിഹായിരിക്കട്ടെ. അഭിവന്യ മാർ ജോസഫ് കല്ലംപറമ്പിൽ പിതാവാണ് നമ്മൾക്ക് ആമുഖ സന്ദേശവും ആ സന്ദേശത്തിൽ കൂടി അനുഗ്രഹങ്ങളും തന്നത്. അതിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. പിതാവ് ജഗദൽപൂർ രൂപതയുടെ അധ്യക്ഷനാണ്. CMI അംഗമായ പിതാവ് CMI നിർമ്മൽ പ്രൊവിൻസിന്റെ അധ്യക്ഷനും കൂടിയായിരുന്നു. പിതാവ് തന്റെ തിരക്കിനിടയിലും പട്ടം കഴിഞ്ഞ ഒരു ദിവസം സമയം കണ്ടെത്തി ഈ സന്ദേശം തന്നപ്പോൾ ഞാൻ മടിച്ചു നിന്ന, ഇത് വലിയ ഭാരമേറിയ ഒരു ഉത്തരവാദിത്വം, അതിനെ കൊണ്ട് ചെയ്യുവാൻ പറ്റില്ല എന്ന് മടിച്ചു നിന്ന ഒരവസരത്തിൽ പിതാവ് ഈ തിരക്കിനിടയിലും ആ സന്ദേശം തരാൻ തിരുമനസ്സായത് എനിക്കൊരു വലിയ പ്രചോദനമായിരുന്നു.
പോർക്കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു, ഇനിയും മുറിവേറ്റോ വീണോ അതല്ല യുദ്ധം ചെയ്യുക. ആ ഒരു ആത്മബലമാണ് പിതാവ് എനിക്ക് തന്നത്. പിതാവ് അതുപോലെ പറഞ്ഞു നിർത്തുന്നത് ആ ഹൃദയത്തിന്റെ ഭാഷ സ്നേഹം തന്നെയാണ്. ഈ സ്നേഹം ആസ്വദിക്കുന്നവന് വേറൊരാളുടെ ഹൃദയത്തിന്റെ സ്നേഹം അറിയുവാനും അതിനെ പ്രോത്സാഹിപ്പിക്കാനും പറ്റൂ. പിതാവിന്റെ ആ സന്മനസ്സിനെ ഓർത്ത് നന്ദി പറയുന്നതോടൊപ്പം പിതാവ് ഇതിന് കാണിച്ച ആ പ്രാധാന്യം, പിതാവ് കുർബാന ചെല്ലുന്ന പിതാവിന്റെ സ്വന്തം ചാപ്പലില് ആ കുർബാനയുടെ വേദിയിൽ നിന്നുകൊണ്ടാണ് പിതാവ് ഇതിന് സന്ദേശം നൽകുന്നത്. അതുപോലെ ദൈവമനുഷ്യന്റെ സ്നേഹഗീത എന്ന പാലാഴി കടഞ്ഞ് അതിൽ നിന്ന് ആ സ്നേഹത്തിന്റെ സന്ദേശം എടുക്കുക ചെറിയ ഉദ്യമമല്ല. ഇതൊരു പക്ഷേ നീണ്ടു നിൽക്കുന്ന ഒരു പരമ്പരയായിരിക്കാം. അപ്പോൾ സാധാരണഗതിയിൽ പിതാക്കന്മാരെല്ലാം പറയും, നമ്മൾ സൂക്ഷിക്കണം, സഭയ്ക്കോ വിശ്വാസത്തിനോ എതിരായ ഒന്നും അറിഞ്ഞോ അറിയാതെ കടന്നുകൂടാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. പക്ഷേ എൻ്റെ പിതാവ് അതൊന്നും പറഞ്ഞില്ല. ഞാൻ പിതാവ് പറയാത്ത അതുപോലും പരമ്പരയിൽ കൂടി പൂർണ്ണമായിട്ട് ഏറ്റെടുക്കുവാൻ പ്രതിജ്ഞാബദ്ധനാണ്. ഈ സംരംഭത്തിലേക്ക് പിതാവിൻ്റെ ആ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.